ജാസ്മിനെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് നന്ദന. നിനക്കിവിടെ എന്ത് ഗെയിമാണ് ഉള്ളതടി എന്നാണ് നന്ദന ജാസ്മിന്റെ അടുത്ത് ചോദിച്ചത്. നല്ലൊരു ചോദ്യമായിരുന്നു, ജാസ്മിനെ ഉത്തരം മുട്ടി പോകുന്ന ചോദ്യം. നെക്സ്റ്റ് ചോദ്യം, 2 വെള്ളത്തിൽ കാലിടാതെ ഒറ്റ വെള്ളത്തിൽ കാലിട്ട് കളിക്കടി എന്നാണ് അവിടെ പറഞ്ഞത്. സംഭവം ശരിയായിരുന്നു. നേരത്തെ നടന്ന ഗെയിമുമായി ബന്ധപ്പെട്ടാണിത്. അവിടെ ജാസ്മിനും ഗബ്രിയും വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് നിന്ന് കളിക്കുന്നത്. ആ സമയത്ത് അവിടെ ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ള വഴക്കിനിടെ ഗബ്രിയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തു. ഗബ്രിയെ ടീമിനെയല്ല, ഗബ്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ജാസ്മിൻ സംസാരിച്ചത്. സ്വന്തം ടീമായ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല സംസാരിച്ചത്. ജിൻഡോ ചേട്ടന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ജിൻഡോ ചേട്ടാ, നിങ്ങൾ വെറുതെ ഹോൾഡ് ചെയ്തതായിരിക്കും, പക്ഷേ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി. അവനെ നിങ്ങളുടെ അത്ര ശക്തിയില്ല. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അവൻ അത് ശ്വാസം മുട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പതുക്കെ ഹോൾഡ് ചെയ്തതായിരിക്കാം, പക്ഷെ അവനെ ശ്വാസം മുട്ടുന്നതായിരിക്കാം. അപ്പോൾ അവൻ കയറി ആക്രമിച്ചു. പക്ഷെ അവൻ ചെയ്തതും തെറ്റ്, നിങ്ങൾ ചെയ്തത് തെറ്റ് എന്നുള്ള ലെവലിലാണ് അവിടെ ജാസ്മിൻ സംസാരിച്ചത്. അപ്പൊ 2 തോണിയിൽ കാലിട്ടിട്ടാണ് ജാസ്മിൻ അവിടെ സംസാരിച്ചത് എന്നാണ് നന്ദന പറയുന്നത്. ഏതെങ്കിലും ഒറ്റ വെള്ളത്തിൽ കാലിട്ട് സംസാരിക്കുക, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഇത് 2-ലല്ലാതെ 2 സ്ഥലത്തും ഒരുപോലെ നിന്നുകൊണ്ട് അങ്ങനെ ഇവിടെ നിൽക്കണ്ട എന്നാണ് നന്ദന ജാസ്മിന്റെ അടുത്ത് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് 2 പേരും കൂടി ഉഗ്രം വഴക്കുണ്ടായി. അവസാനം ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുകയായിരുന്നു. നന്ദന പറഞ്ഞ ഒരു ഡയലോഗാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്: നിനക്കിവിടെ എന്ത് ഗെയിമാണ് ഉള്ളതടി എന്നുള്ള ആ ചോദ്യം. അതാണ് പ്രേക്ഷകർക്കും ജാസ്മിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്. നിനക്കിവിടെ എന്ത് ഗെയിമാണ് ഉള്ളത് ജാസ്മിനെ എന്ന്.